നമ്പ്യാരും വടിവേലും തമിഴിലെ സൂപ്പർ സ്റ്റാറുകളെത്തിയിടും. പിണറായും അച്ചുമാമേ രാഷ്ട്രീയ ഫിഗറായി ഇവരും എത്തിയിടും. ജയന വേണമോ, കോമഡി ജഗതി വേണമോ, മമ്മു വേണമോ, മാമുക്കോയ വേണമോ, അടിപൊളിയുപ്പ കിടിലൻ ഫിഗറാ, ചിരിയുടെ പുതു ഫിഗർ നിറയണമിനി ഇവിടെ. ധിം ധിം ചിരി ചിരി ധിം ധിം ചിരി ചിരി വെള്ളിത്തിരയിലെ സൂപ്പർ സ്റ്റാറുകൾ അടിച്ചു പൊളിച്ചു നടിച്ചു മതിച്ചു രസിച്ച് കൊതിച്ചു മതിച്ചു ചിരിച്ചു മതിച്ചു നടക്കുകയാ. ഏതു റോളും സൂപ്പറാക്കാൻ വന്നു ഞങ്ങൾ. ആട്ടമായും പാട്ടുമായും ചാനലിൽ സ്ഥിരമായി ഞങ്ങൾ എത്തിയിടും. കളിയായും ചിരിയായും ജീവിതം അടിപൊളിയാക്കാൻ നോക്കണമേ. സ്കിറ്റ് വേണമോ, പൊളപ്പൻ ഡാൻസ് വേണമോ, പാട്ടു വേണമോ, കിടിലൻ സിനിമ വേണമോ, ട്രാജഡി മാറ്റാൻ കോരനുമുണ്ടേ ൂതത്താനും. ഞങ്ങളുടെ പരിപാടിയുടെ ടൈറ്റിൽ സോങ് കണ്ടല്ലോ. അപ്പൊ പരിപാടി എന്തായിരിക്കും? ഇനി പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറയത്തില്ല, അവരോട് ചോദിക്ക്, അവര് പറയും. ചുങ്ക ജ്വല്ലറി 5 മിനിറ്റ് ഫൺ സ്റ്റാറിൽ കോളിലക്കൻ ടീമിന്റെ പാരഡി റൗണ്ടാണ് നമ്മൾ കണ്ടത്. ആദ്യം തന്നെ അവരുടെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നന്ദു അരവിന്ദ് അടൂർ, വിഷ്ണു മെല്ലപ്പിള്ളി, അമ്പാടി, ലെനീഷ് ചങ്ങനാശ്ശേരി, രാജീവ് ഐലറ, മനോജ്. നിങ്ങളെല്ലാവരും വളരെ മനോഹരമായിട്ട് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തു. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്. ടീം കോളിലക്കം, സ്റ്റാൻലി ചേട്ടാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഞങ്ങളെ ഞെട്ടിച്ചു. തുടക്കത്തിൽ തന്നെ ആ ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നല്ലോ, ഒരു ഫോട്ടോ, ആ ജയൻ സൂപ്പർ കേട്ടോ. ശരിക്കും ജയനാണെന്ന് തന്നെയാണ് തോന്നിയത്. പിന്നെ അടുത്ത് ചെന്ന് നോക്കേണ്ടി വന്നു അത് ജയനല്ല എന്ന് തിരിച്ചറിയാൻ. അടിപൊളി ഫിഗറായിരുന്നു, നല്ല ഫോട്ടോ ആയിരുന്നു. തുടക്കം നന്നായി. ബാക്കിയുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. പ്രസാദ് ഏട്ടാ. സ്റ്റാൻലി സാർ, നിങ്ങളെല്ലാവരും അടിപൊളി ആർട്ടിസ്റ്റുകളാണ്. താങ്ക് യു സാർ. സ്റ്റാൻലി ആയാലും ജ്യോതിയത്, സലോഷ്, ഷാനവാസൊക്കെ, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തീം വളരെ വ്യത്യസ്തമായ പുതുമയുള്ളൊരു തീമാണ്. കാരണം ഒരു മിമിക്രി ട്രൂപ്പിൻ്റെ ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫിഗറുകൾ മാറി മാറി വരുന്നു. ഈ ഒരു രീതിയിലൂടെ ഫിഗറുകൾ അവതരിപ്പിച്ച ആ ഒരു സംവിധാനം വളരെ മനോഹരമായിട്ടുണ്ട്. നേരത്തെ സുബി പറഞ്ഞ പോലെ ജയൻ്റെ ആ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലെ തന്നെ പല ഫിഗറും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. ജഗദീശേട്ടനെല്ലാം മമ്മൂട്ടി എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു സാധനം. നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും ആ കൊറിയോഗ്രാഫി വൃത്തിയാകാത്തത് കൊണ്ടും കുറേ പാളിച്ചകൾ പറ്റി. അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. അടുത്തത് ഒരു അടിപൊളി സ്കിറ്റായിട്ട് വരണം, ഞെട്ടിക്കണം കേട്ടോ. ഒരുപാട് പ്രതീക്ഷകളാണ് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, താങ്ക് യു പ്രസാദ് ഏട്ടാ. പൊന്നമ്മ ചേച്ചി. താരരാജാക്കന്മാർ, ഞാനൊക്കെ ജയൻ്റെ വലിയ ആരാധികയായിരുന്നു. ജയനൊക്കെ മരിച്ചു പോയപ്പോൾ എന്തായിട്ടും ഞാൻ കരഞ്ഞിട്ടുണ്ടെന്നറിയാവോ? സത്യം. സുബി പറഞ്ഞ പോലെ ആ ഫോട്ടോസ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചത് ഒറിജിനൽ ജയൻ്റെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ നാദൃശയും പ്രസാദ്ജി എല്ലാവരും പറഞ്ഞു അത് സ്റ്റാൻലിയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഡാൻസ് ഒന്നും കൂടെ ഒന്ന് നന്നായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഈ പ്രോഗ്രാം നിങ്ങളുടെ പാരഡി സോങ് ഒന്ന് നന്നായിരുന്നേനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. നാഷിക. പണ്ട് ഈ കോളിളക്കം എന്ന് പറഞ്ഞ ഒരു ഫിലിം വന്നപ്പോൾ കോളിളക്കം ടീം ആ പടത്തിൻ്റെ ഒരു പോസ്റ്റർ അന്ന് ഇറങ്ങിയിരുന്നു. ഇതുപോലെ ഡ്രസ്സ് ചെയ്തിട്ട് അന്ന് ജയൻ, സുകുമാരൻ, സോമൻ ഈ 3 താരങ്ങളും ശരിക്കും അതുപോലൊരു പോസ്റ്റർ പോലെ തോന്നുന്നുണ്ട്. ഇവിടെ അമ്മയും 4 മക്കളും 3 മക്കളെന്ന് പേരും. നമ്മൾ ചില നല്ല താരങ്ങളാണെങ്കിലും ചില മോശം സിനിമയിൽ പോയി അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാവില്ല. ആ സിനിമ മോശം എന്നേ പറയുള്ളൂ അല്ലേ?
അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ ആ ഒരു റിഹേഴ്സലിൻ്റെ കുറവ് ശരിക്ക് കാണാനുണ്ടായിരുന്നു. ആദ്യം തൊട്ടുള്ള സംഭവത്തിൽ അതിൻ്റെ നോൺ സിങ്ക് ഉണ്ടായിരുന്നു. വന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലെ അതിൻ്റെ നാസുരക്കാരൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അവിടെ തൊട്ട് നമുക്കൊരു ശരിക്കും അതൊരു റിഹേഴ്സലിൻ്റെ കുറവ് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ആദ്യം എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ നമ്മൾ ചില സ്റ്റേജുകളിലൊക്കെ പോകുമ്പോൾ ആദ്യത്തെ ഷോ, ഇപ്പോൾ ഞങ്ങളൊക്കെ ഗൾഫ് ഷോയ്ക്കൊക്കെ പോകാൻ നേരത്തെ ഒരു 10-12 ഷോസൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഷോ ചില പ്രശ്നമായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. ആ ഷോയൊക്കെ മോശമായാൽ അപ്പോൾ വിചാരിച്ചോളൂ അത് പിന്നീടുള്ള സൂപ്പർ ഹിറ്റാകാൻ പോകുന്നൊരു ഷോയുടെ സ്റ്റാർട്ടിംഗ് ആണെന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഗംഭീരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നാദിഷിക. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. നാദിഷിക ഇവിടെ ചെയ്ത് ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ 22 on 30. പൊന്നമ്മ ചേച്ചി ഞാൻ കുറയ്ക്കുന്നില്ല, 23. 30-ൽ 23. പ്രസാദേട്ടാ ഞാനും അത് തന്നെ 23. 23, 30. അപ്പം എങ്ങനെ സുബിയുടെ പ്രോത്സാഹനം? 10-ൽ കൂട്ടിയിട്ടൊന്നും വല്ല കൈമടക്ക് തരുമെന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിയിടാം. 10-ൽ 7. അപ്പോൾ ടോട്ടൽ 75 ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ടീം കോളിളക്കം സൃഷ്ടിക്കണം ഈ വേദിയിൽ അടുത്ത പ്രാവശ്യം. നിങ്ങളെല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കലാകാരന്മാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ. ഇനിയും കൂടുതൽ മാർക്കുകൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് അടുത്ത പെർഫോമൻസിൽ സാധിക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. ചുങ്ക ജ്വല്ലറി 5 മിനിറ്റ്സ് പഞ്ചസാരയിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കേണ്ട നേരമാണ്. ആരും എങ്ങും പോവരുത്, ഞങ്ങൾ ദാണ്ട് വരുന്നു. പണ്ട് ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന ഒരു പെങ്കൊച്ചിനെ നിഷ്കരണം പിച്ചി ചീന്തിയിട്ട് അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് പറഞ്ഞ മഹാപാവിയല്ലേടി നിന്റെ അച്ഛൻ. നിനക്കറിയാവോ, നിന്നെ അല്ലാതെ ഒരു പെൺകുട്ടിയുടെ മുഖത്തോലും ഞാൻ നോക്കിയിട്ടില്ല. നമ്മുടെ സിനിമ ഇല്ല ഒരുമ, ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ. ഇവര് കുറെ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞു ഷൂട്ട് നടക്കണം, മിണ്ടാതിരി എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ആ പഴയ ഫോട്ടോ കണ്ടപ്പോ എന്തുകൊണ്ട് ഞാൻ ഇത് നേരത്തെ കണ്ടില്ല എന്ന് തോന്നി. അങ്ങനെ തോന്നി.